പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം തുടരുകയാണ്. വർഷങ്ങൾ നീണ്ട ആലോചനയ്ക്ക് ശേഷമാണ് ആഗോള അയ്യപ്പ സംഗമം വിളിച്ചു ചേർത്തത്. അത് ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയാണ് എന്നാണ് മുഖ്യമന്ത്രി അല്പം മുമ്പ് ദീർഘമായ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചത്. രാഷ്ട്രീയ വിമർശനങ്ങൾക്കുള്ള മറുപടി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ സംസാരിക്കുകയാണ്. എന്നതിന്റെ ഉള്ളടക്കത്തോടുകൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ വിഷയങ്ങളെ സംബന്ധിച്ച് വളരെ ആധികാരികമായും അതോടൊപ്പം സവിസ്തരവും പ്രതിപാദിച്ചു കഴിഞ്ഞിരിക്കും. അതുകൊണ്ട് തന്നെ ഇനിയൊരു ദീർഘമായി വലിയ അധ്യക്ഷ പ്രസക്തിയില്ലെന്ന് നിങ്ങൾക്കറിയാം. എങ്കിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 3 കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാം. ഒന്ന്, ആഗോള അയ്യപ്പ സംഗമം എന്തിനാണ്? ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് വിവിധ മേഖലകളിലെ ഭക്തജനങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പരിഗണിച്ച് ഒരു ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കണമെന്ന തീരുമാനം ബോർഡ് എടുത്തു. സ്വാഭാവികമായി സർക്കാർ അതിനെല്ലാം സഹായവും ചെയ്തു കൊടുക്കാൻ നിയമപരമായും ധാർമ്മികമായും ബാധ്യതയുണ്ട്. ആ ദൗത്യം സർക്കാർ ഏറ്റെടുക്കുന്നു. ഇവിടെ പിന്നിട്ട വർഷത്തിലെ അല്ലെ 2024-25 മണ്ഡല മകരവിളക്ക് മഹോത്സവം കുറ്റമറ്റ രൂപത്തിൽ ഒരു തീർത്ഥാടകന് പോലും പരാതിയില്ലാതെ 53,60,000 പേർക്ക് തീർത്ഥാടനം സുഗമമാക്കാൻ കഴിഞ്ഞു എന്നത് ഏറെ അഭിമാനത്തോടുകൂടി ബോർഡും സംസ്ഥാന ഗവൺമെന്റും പൊതുവിൽ സൂചിപ്പിക്കട്ടെ. അവിടെ നിന്നാണ് വീണ്ടും ഭാവിയിൽ ഇവിടെ വരുന്ന വൻ തിരക്കുകൾ ഒഴിവാക്കാൻ എങ്ങനെയാണ് ശബരിമലയുടെ ഭാവി വികസനം നമുക്ക് യാഥാർത്ഥ്യമാക്കേണ്ടത്. അങ്ങനെയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ സഹായത്തോടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന് വേണ്ടി തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിനെ ചുമതലപ്പെടുത്തുകയും അവർ 1033 കോടി രൂപയുടെ പ്രോജക്റ്റ് തയ്യാറാക്കി സംസ്ഥാന ഗവൺമെന്റ് അത് അംഗീകരിക്കുകയും ചെയ്തത്. അത് 3ആയി തരംതിരിച്ചുകൊണ്ടാണ് ഇന്ന് ഈ സംഗമം ഇവിടെ സംഘടിപ്പിക്കുന്നത്. അതിലൊന്ന്, ഈ മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട വിഷയവും അതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഭക്തർക്ക് നിർദ്ദേശിക്കാനുള്ള ക്രിയാത്മക നിർദ്ദേശങ്ങളും സ്വീകരിച്ചുകൊണ്ട് അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഉൾപ്പെടെ യാഥാർത്ഥ്യമാക്കുന്നതാണ് അതിലൊന്നാമത്തെ സെഷൻ. അത് നയിക്കുന്നതും അതിൻ്റെ മോഡറേറ്ററായും ബഹുമാനായ മുൻ ചീഫ് സെക്രട്ടറിയും മലയാളം സർവകലാശാലയുടെ മുൻ ചെയർമാനുമായ കേരളത്തിൻ്റെ അറിയപ്പെടുന്ന സാംസ്കാരിക നായകൻ കൂടിയായ ശ്രീ കെ ജയകുമാർ IAS അവറുകളാണ്. അതിന് സഹായിക്കുന്നതിന് വേണ്ടി പാനലിൽ നിരവധി പ്രമുഖരായിട്ടുള്ള വിദഗ്ധരും മറ്റുദ്യോഗസ്ഥ പ്രമുഖരുമെല്ലാം ഉണ്ട് എന്ന കാര്യവും സൂചിപ്പിക്കുക. രണ്ടാമത്തെ കാര്യം, പ്രധാനമായും ഒരു ആഗോള പിൽഗ്രിം ടൂറിസം സെന്ററായി ശബരിമലയെ മാറ്റുന്നതിന് ആ ടൂറിസം സർക്യൂട്ട് പാക്കേജ് എങ്ങനെ നമുക്ക് യാഥാർത്ഥ്യമാക്കാം, അത് കൃത്യമായി ആ വിഷയം നന്നായി മുമ്പ് കൈകാര്യം ചെയ്യുകയും വിപുലമായ ആശയങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ബഹുമാനായ മുൻ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ഉപദേഷ്ടാവ് കൂടിയായിരുന്ന ബഹുമാനായ TK നായരാണ് അതിൻ്റെ മോഡറേറ്ററായിരിക്കുക. അദ്ദേഹത്തെ സഹായിക്കുന്നതിന് വേണ്ടി കേരളത്തിൻ്റെ ടൂറിസം സെക്രട്ടറി ഉൾപ്പെടെ വിവിധ വിദഗ്ധന്മാരും ആ കൂട്ടത്തിലുണ്ടാവും. മൂന്നാമത്തെ സെഷൻ എങ്ങനെ ക്രൗഡ് മാനേജ്മെന്റ് ആഗോള അയ്യപ്പ സംഘത്തിൽ ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ സംസാരിക്കുകയാണ്.